താജുക്ക, കഴിഞ്ഞ ഒരു ചൊവ്വാഴ്ചയാണ് നമ്മൾ ഇതേപോലെ ഒരുമിച്ചിരിക്കേണ്ടിയിരുന്നത്. ഈ ലൈവ് ആങ്കറിങ്ങിൽ രാവിലെ മോർണിംഗ് ലൈവിൽ നമ്മളാണ് ഇരിക്കേണ്ടിയിരുന്നത്. എനിക്കൊരു ചെറിയൊരു സാഹചര്യം തടസ്സം കൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. നിങ്ങളിങ്ങോട്ടുള്ള യാത്ര ചെയ്യായിരുന്നു. പക്ഷേ യാത്രക്കിടയിൽ ഇങ്ങോട്ട് എത്തിപ്പെടാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അതൊരു അപകടമുണ്ടായി. എന്നാൽ അപകടത്തിൽ നിന്ന് അൽഹംദുലില്ലാ രക്ഷപ്പെട്ട് വീണ്ടും നമ്മുടെ ശ്രോതാക്കളോട് സംസാരിക്കാനും ദീനി രംഗത്തിടപെടാനും ഒക്കെയുള്ളൊരവസരം ഉണ്ടായിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തീർച്ചയായും നമുക്ക് ഈ ഒരു അവസരത്തിൽ സ്തുതിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കഴിഞ്ഞ ആഴ്ച, അതിനുശേഷം ചൊവ്വാഴ്ചയ്ക്ക് ശേഷം വ്യാഴാഴ്ചയാണ് ഞാൻ ലൈവിലിരുന്നത്. അപ്പോൾ ആളുകൾ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരുന്നത് എന്താണ് ആരോഗ്യാവസ്ഥ. പക്ഷെ അന്ന് അൽഹംദുലില്ലാ അപ്പോഴേക്കും നിങ്ങളുടെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരികയും അത് നമ്മൾ റേഡിയോ ശ്രോതാക്കളെ കേൾപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഒരു ആശ്വാസത്തോടു കൂടിയാണ് അൽഹംദുലില്ലാ ആ ഒരു വ്യാഴാഴ്ച ദിവസമായപ്പോഴേക്കും ഒരു ആശ്വാസം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായി. എന്തായാലും ഒരു വലിയൊരു അപകടത്തിന് രക്ഷപ്പെട്ട ഒരു സന്തോഷ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എന്താണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ശ്രോതാക്കളോട് പറയണമല്ലോ. അമ്മാ ബിനിഅ്മത്തി റബ്ബിക ഫഹദ്ദിസ്, നിനക്കുള്ള അനുഗ്രഹങ്ങളെ നീ സംസാരിക്കുക എന്ന് ഖുർആൻ പറഞ്ഞൊരു അടിസ്ഥാനം മുൻനിർത്തി പറയാം. ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനുണ്ടായ കാരണം എൻ്റെ വണ്ടി കുറച്ചൊരു ഭീകരമായ ചിത്രമായിട്ടാണ് ആൾക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ആളുകൾ വളരെ വൈകാരികമായി നമുക്ക് ഈ ദാവാരംഗത്ത് നിലനിന്നതിൻ്റെ അല്ലെങ്കിൽ ദാവാരംഗത്ത് പ്രവർത്തിച്ചതിൻ്റെ വലിയ തിരിച്ചറിവുകളുണ്ടായ ജീവിതത്തിൽ കുറേ സന്ദർഭങ്ങളുണ്ട്. അതേപോലത്തെ ഒരു സന്ദർഭമാണ്. നമുക്കൊരിക്കൽ പോലും അറിയാത്ത കുറേ മനുഷ്യരുടെ വളരെ വൈകാരികമായ മെസ്സേജുകളും ശബ്ദങ്ങളും ഒക്കെ വന്നപ്പോഴാണ് ഞാൻ ഒരു പോസ്റ്റ് ഇടണമെന്ന് എനിക്ക് തോന്നിയത്. കാരണം ആളുകളത് വളരെ വേറെ രീതിയിൽ ഞാൻ എന്തോ വളരെ വലിയൊരു പ്രശ്നത്തിൽ കിടക്കുകയാണെന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെന്ന് തോന്നിയപ്പോഴാണ് പോസ്റ്റ് ഇട്ടത്. അൽഹംദുലില്ലാ അത് ഒരുപാട് ആളുകൾക്ക് ആശ്വാസമായി എന്നുള്ളത് പിന്നീട് അതിൻ്റെ കമൻസൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി. ഇതിലെനിക്ക് എന്താ പറയേണ്ടതെന്ന് തോന്നണത്, എനിക്കുള്ളൊരു അന്ന് സംഭവിച്ച ഒരു പിഴവിനെക്കുറിച്ചും അന്ന് ഉണ്ടായ ഒരു നേട്ടത്തെക്കുറിച്ചും പറയാൻ തോന്നുന്നുണ്ട്. സാധാരണ നമ്മൾ മുറ്റത്തുനിന്ന് വണ്ടി എടുക്കുമ്പോൾ ദിക്റുകൾ ചൊല്ലും. അത് അൽഹംദുലില്ലാ അത് ഓർമ്മ വരാറുണ്ട്. മക്കളൊക്കെ അങ്ങനെ ശീലമുണ്ട്. വണ്ടിയിൽ കയറിയപ്പം മക്കൾ ഒന്നിൽ റിമൈൻഡ് ചെയ്യും. അപ്പോൾ അന്നൊരു ഹറിവറിയിലാണ് കയറുന്നത്. കുറച്ച് ലേറ്റായിട്ടാണ്, നിസ്കാരം തുടങ്ങിയതിൻ്റെ ശേഷമാണ് കയറുന്നത്. അപ്പോൾ ഞാൻ ഈ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം എന്ന ദിക്റ് ഞാൻ ചൊല്ലാൻ വിട്ടുപോയി എന്നാണ് എൻ്റെ ഒരു ബോധ്യം. അത് ശരിക്കൊരു വലിയൊരു സംഭവമാണ്. ഒരു മഹാപണ്ഡിതൻ അദ്ദേഹം ഈ ദിക്ർ പഠിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. ഞാൻ ആ സംഭവം ഒന്ന് വായിക്കാം. അന്ന അബാ ഉസ്മാൻ ഖാല സമീഅതു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു യഖൂൽ, അബാൻ ബിൻ ഉസ്മാൻ പറയാണ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ പഠിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, പ്രവാചകൻ്റെ ഹദീസ്, മൻ ഖാല ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം എന്ന ദിക്ർ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്ന ഒരാളെയും എന്ത് ചെയ്യൂല, ആകാശത്തോ ഭൂമിയിലുള്ള ഒന്നും ദ്രോഹിക്കുകയില്ല എന്നത് സലാസ മറാത്ത് 3 പ്രാവശ്യം ചൊല്ലിയാൽ ലം തുസിബുഹു ഫജ്അത്തു ബലാഇൻ, പൊടുന്നനെയുള്ള ദുരന്തങ്ങൾ അവർക്ക് ബാധിക്കുകയില്ല. അതേപോലെ തന്നെ ഹത്ത യുസ്ബിഹ, പ്രഭാതമാകുന്നത് വരെ, രാത്രിയിലാണ് അവർ ചൊല്ലിയതെങ്കിൽ, വമൻ ഖാലഹ ഹീന യുസ്ബിഹ് സലാസ മറാത്തിൻ, സുബഹിലാണത് ചൊല്ലുന്നതെങ്കിൽ ലം തുസിബുഹു ഫജ്അത്തു ബലാഇൻ ഹത്ത യുംസിയ, വൈകുന്നേരം വരെയും അത് ബാധിക്കുകയില്ല. അപ്പോൾ അദ്കാർ സംഭാവിൽ അദ്കാറുൽ മസായിലുള്ളൊരു ദിക്റാണിത്. അപ്പോൾ ഈ പറയണം ഖാല അസ്വാബ അബാ ഉസ്മാന അൽ ഫാലിജ്. അപ്പോൾ അബൂ ഉസ്മാൻ എന്ന് പറയുന്ന ഈ ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുന്ന വ്യക്തിക്ക് ഫാലിജ് ബാധിച്ചിരുന്നു, സ്ട്രോക്ക് ബാധിച്ചിരുന്നു. ഫജഅല റജുലുല്ലദീ സമിഅ മിൻഹുൽ ഹദീസ യൻദുറു ഇലൈഹി. അപ്പോൾ ഈ ഹദീസ് അദ്ദേഹം ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ സദസ്സിലിരുന്നിട്ട് ഒരാൾ മൂപ്പരെ ആ സ്ട്രോക്ക് ബാധിച്ചിങ്ങനെ തൂങ്ങിയ ശരീരഭാഗം ഇങ്ങനെ നോക്കുകയാണ്. ഫഖാല ലഹു, അപ്പോൾ അബൂ ഉസ്മാൻ ഇങ്ങനെ നോക്കി, അദ്ദേഹത്തെ തിരിച്ചു നോക്കി, എന്നിട്ട് പറഞ്ഞു,
മാല തന്തുർ ഇലയ്യ, ഏയ് ചങ്ങായി എന്താ പിച്ച് ഇങ്ങനെ നോക്കണു, നമ്മളെ മലപ്പുറം ഭാഷ പറഞ്ഞാൽ എന്ന് ചോദിച്ചു. ഫവല്ലാഹി മാ കദബ്തു അല ഉസ്മാന. അപ്പോൾ അബാൻ ബിൻ ഉസ്മാൻ പറയാണ്, ഞാൻ ഉസ്മാൻ റളിയല്ലാഹുവിനെ കുറിച്ച് കളവ് പറഞ്ഞിട്ടില്ല. ഉസ്മാൻ ഇത് 3 വട്ടം ചൊല്ലിയാൽ ദുരന്തം ഉണ്ടാവൂല എന്ന് പറഞ്ഞു എന്നാണല്ലോ. വലാ കദബ ഉസ്മാനു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പ്രവാചകനെ പറ്റിയും കള്ളം പറഞ്ഞിട്ടില്ല. വലാകിന്നൽ യൗമല്ലദി അസ്വാബനി ഫീഹിമ അസ്വാബനി. പക്ഷേ എനിക്ക് ഈ ഫാലിജ്, ഈ ഒരു സ്ട്രോക്ക് ബാധിച്ച ദിവസം ഖളിബ്ത്, ഞാൻ കുറച്ചൊരു കോപിഷ്ടനായിരുന്നു. ഇത് ചെല്ലേണ്ട നേരത്ത് ചൂടും പിരാന്തൊക്കെ കയറിയതായിരുന്നു. ഫനസീതു അൻ അഖൂലഹ, അപ്പോൾ ഞാനിത് ചൊല്ലാൻ മറന്നുപോയതാണ് എന്നാണ്. അപ്പോൾ സുനൻ അബൂ ദാവൂദ് 5088 ഹദീസായി ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം നസായി, ഇബ്നു മാജയും തിർമിദിയും ഒക്കെ ഉദ്ധരിച്ച വളരെ പ്രസിദ്ധമായ ഒരു സംഭവമാണ്. ഞാൻ പറയണത് പിന്നെ ഒരു വലിയ പ്രൊട്ടക്ഷൻ പോയിൻ്റ് മിസ്സായി. പക്ഷെ അന്ന് എനിക്ക് സുബഹി ജമാഅത്ത് പോയിട്ടില്ല, അൽഹംദുലില്ലാഹ്, അള്ളാഹു നിലനിർത്തി തരട്ടെ. അപ്പോൾ സുബഹി മൻ സല്ല സുബഹ ഫി ജമാഅത്തിൻ വഹുവ ഫി ദിമ്മത്തില്ല, ആരെങ്കിലും സുബഹി ജമാഅത്തായി നിസ്കരിച്ചാൽ അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണെന്നാണ്. അത് ജമാഅത്തിനുള്ള റിപ്പോർട്ടില്ലാതെയും ഹദീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും അത് വായിക്കുന്ന ആളുകൾക്ക് അങ്ങനത്തെ ആശ്വാസം ആവശ്യമില്ല. സുബഹി നിസ്കരിച്ചാൽ മതി എന്നുള്ള ആശ്വാസം ആവശ്യമില്ല. ജമാഅത്തായി തന്നെ നിസ്കരിക്കുന്നവരെ കുറിച്ചാണ് അത് എന്നുള്ളത് ആ ചർച്ച പണ്ഡിതന്മാർ കൺക്ലൂഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ ജമാഅത്തായി സുബഹി നിസ്കരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു, അൽഹംദുലില്ലാഹ്. അതിൻ്റെ സംരക്ഷണമാണ്. അപ്പോൾ ഞങ്ങളവിടെ ഞാൻ പോസ്റ്റിൽ പറഞ്ഞൊരു മാഷുണ്ട്, അബ്ദു മാഷ്. അടുത്ത കാലത്ത് ഈ ഒരു കൂട്ടായ്മയിലേക്കും സംവിധാനത്തിലേക്കൊക്കെ വന്ന ആളാണ്. അള്ളാഹു അദ്ദേഹത്തിന് ഖൈറും ബർക്കത്തും കൊടുക്കട്ടെ. വലിയ ഞങ്ങളെ തൊട്ടപ്പുറത്തെ അങ്ങാടിയിലൊരു പള്ളിയുണ്ട്, അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു. എല്ലാ കടയിലും പോയി ആ പള്ളിയുടെ നടത്തിപ്പിന് വേണ്ടി ക്യാഷൊക്കെ പിരിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ അള്ളാഹു അദ്ദേഹത്തിന് വെളിച്ചം കൊടുത്തു, വളരെ സജീവമായി, ധീരമായി അങ്ങനെ പറയണം. അദ്ദേഹം വളരെ പൊതു തലത്തിലുള്ള ഒരാളാണ്. പൊതുതലത്തിലുള്ള ആളുകൾക്കൊക്കെ ഈ രംഗത്തേക്ക് കയറി വരിക എന്നുള്ളത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അദ്ദേഹം തമാശ പറഞ്ഞു എന്ന് പറഞ്ഞത്, സുബൈ പിന്നെ മൂപ്പരല്ല നിസ്കരിച്ചിട്ടുള്ളൂ, കാറ് നിസ്കരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ കാറ് പോയി. കാറ് നമ്മൾ പിന്നെ പൊളി മാർക്കറ്റിൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് കൊടുത്തു. നമ്മൾ രക്ഷപ്പെട്ടു, നമ്മൾ സേഫാണ് എന്നുള്ളതൊക്കെ ആലോചിക്കുമ്പോൾ പഠിച്ചു തന്ന വലിയ ശുക്ർ ഉണ്ട്, അൽഹംദുലില്ലാഹ്. പക്ഷേ അല്ലാഹുമ്മ അജ്ർനി ഫി മുസീബത്തി വഖ്ലിഫ് ലി ഖൈറൻ മിൻഹ നമ്മൾ ചൊല്ലി അവിടുന്ന്, അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, എനിക്ക് ബാധിച്ച ദുരിതത്തിൽ എനിക്ക് നീ പുണ്യം തരണം, അതിലേറെ നല്ലത് തരണം എന്നാണ്. അപ്പം നല്ല കാറ് കിട്ടുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കണത്. ദിക്റിൽ അങ്ങനെ ഉണ്ടല്ലോ, അജ്റിൽ. ഇപ്പോൾ മുസ്ലിം റളിയല്ലാഹു അബൂസലമ നഷ്ടപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു, അത് അവരോടത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്ത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അള്ളാഹു തന്നത് അള്ളാഹു എടുക്കും, അള്ളാഹു അജ്ർലി മുസീബത്തി ഖുലുഫ് ലി ഖൈറൻ മിൻഹ, അള്ളാഹുവെ എനിക്ക് അബൂസലമനെ നഷ്ടപ്പെട്ടതിന് എനിക്ക് നീ കൂലി തരണം, അബൂസലമനേക്കാളും നല്ലൊരാളെ തരണം എന്ന് പ്രാർത്ഥിച്ചു എന്നാണ്. അപ്പോൾ അവർ ചിന്തിച്ചെന്ന് പറഞ്ഞു, ഇനിയിപ്പോൾ ആരെ കിട്ടാനാ പഠിച്ചോനെ, അബൂസലമനേക്കാളും നല്ല ആളാരുണ്ടാവാണ്, ആരെ കിട്ടുക. അബൂസലമ ഇത്രയും അവരെ മഹത്വങ്ങളൊക്കെ അവർ ഓർക്കുന്നുണ്ട്. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമനെയാണല്ലോ കിട്ടിയത് ഭർത്താവായിട്ട്. അവർ വിശ്വാസികളുടെ ഉമ്മയായി മാറുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞ പോലെ നമ്മളെ പഴയ 800 പോയിട്ട് നല്ല ഒരു വണ്ടി വരും എന്ന് ഇൻഷാ അല്ലാഹ് വിചാരിക്കുന്നു. പക്ഷെ എനിക്ക് ഞാൻ ആ പോസ്റ്റിൽ പറഞ്ഞ പോലെ എനിക്കൊരു ഭയങ്കര ഫീൽ ഉണ്ടായിരുന്നു. ആ വണ്ടി ഞാനും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്, ആത്മബന്ധങ്ങളുണ്ട്. അതായത് അത് പിന്നെ ഒന്ന് ഞാനത് ഡ്രൈവ് പഠിച്ച വണ്ടി, ഡ്രൈവ് പഠിച്ചതല്ല, ഡ്രൈവ് ഒരു ദിവസം ഞാൻ ആ പോസ്റ്റിൽ പറയണ അനീസാണ് എന്ത് ചെയ്യണ ഡ്രൈവിങ് പഠിപ്പിക്കണേ. ഞാൻ പിന്നെ വേറെയുള്ളവർക്ക് ഉപകാരപ്പെടുന്നവർക്ക് പറയണേ, എനിക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ. ചില കാരണങ്ങളുണ്ട്, ഉറക്കം തന്നെയാണ് മെയിൻ വിഷയം. അപ്പോൾ എൻ്റെ ഉപ്പാക്ക് ചിലക്ക് ഇടക്ക് ഷുഗർ ഡൗൺ ആവും. അള്ളാഹ് അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തൊക്കെ കൊടുക്കട്ടെ. 2012 വലിയൊരു അസുഖത്തിന് ശേഷം ക്യാൻസർ 3rd സ്റ്റേജാണോ 4th സ്റ്റേജാണോ എന്നൊക്കെ ഇങ്ങനെ സംശയിക്കണോടത്തുനിന്ന് ഇസ്തിഖാറൊക്കെ നിസ്കരിച്ച് നമ്മളൊരു ചികിത്സിക്കണം തീരുമാനിച്ച്. അപ്പോൾ അദ്ദേഹം 12 കൊല്ലം, ഇപ്പോൾ 25 2012 മുതൽ എടുക്കുമ്പോൾ 10 കൊല്ലത്തിലധികം അദ്ദേഹം ജീവിച്ചു, അൽഹംദുലില്ലാഹ്. വേറെ പ്രയാസങ്ങളൊന്നുമില്ല, ഈ ഷുഗറിൻ്റെ ചെറിയൊരു പ്രശ്നമുള്ളൂ. അപ്പോൾ വാപ്പാക്ക് എന്നെ ഇടയ്ക്ക് ഷുഗർ ഡൗൺ ആവും. അപ്പോൾ അനിയൻ്റെ വണ്ടി അവിടെ ഉണ്ടാവും. അപ്പോൾ അനിയനാണൊക്കെ ചെയ്യുക. അപ്പോൾ എന്നോട് വൈഫ് ചോദിച്ചു,
പാപ്പാക്ക് ഷുഗർ ഡൗൺ ആയിട്ട് വണ്ടി ഇവിടെ ഉണ്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്തേക്കറ അപ്പോഴാണ് വേഗം അപേക്ഷിക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അപേക്ഷിച്ചു. പിന്നെ കൊറോണ വന്നു, പിന്നെ ഞാനത് വിട്ടു. പിന്നെ മറ്റന്നാൾ നമ്മളെ ഡ്രൈവിംഗ് ടെസ്റ്റാണ് പറഞ്ഞിട്ട് നമ്മളെ ഒരു സജീവ പ്രവർത്തകനുണ്ട്, അടുത്ത നാട്ടുകാരുള്ള സജീവ പ്രവർത്തകനുണ്ട്. അദ്ദേഹം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഗിയർ അറിയാം, സ്റ്റിയറിംഗ് അറിയാം, വേറൊന്നും അറിയില്ല. അപ്പോൾ ഞാനിത് അനീസിനോട് പറഞ്ഞു, അങ്ങനെ അനീസ് ഖാനോട് പറഞ്ഞു. അനീസ് നേരെ മൂപ്പര് ഡ്രൈവ് ചെയ്യണ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കാര്യം പറഞ്ഞു. അതിന് ശേഷം പിന്നെ പെട്ടെന്ന് മൂപ്പരനെ പോയിട്ടാണ് ഞങ്ങൾ ഒന്നിച്ച് പോയിട്ടാണ് വണ്ടിയൊക്കെ എടുത്തത്. അപ്പോൾ ആ വണ്ടി അങ്ങനെ കൊടുത്തപ്പോൾ അത് നമ്മളെ ബെഡ്റൂമായിരുന്നു. രാത്രി വൈകി റൺ ചെയ്യുമ്പോൾ പൊതുവെ നമ്മൾ ഉറങ്ങുന്ന സ്ഥലമാണ്. കുട്ടികളെ സ്കൂളിൽ നിന്ന് അസുഖം വരുമ്പോൾ കൊണ്ടുപോകണ വണ്ടിയാണ്. അപ്പോൾ ഇന്നലെ ടീച്ചർ പറഞ്ഞു, പക്ഷേ അതുകൊണ്ട് എന്തൊക്കെ നടന്നിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ഒന്നും കൂടി ഫീലിംഗ് ആയി. ബസ് കയറാൻ നിൽക്കുമ്പോൾ എൻ്റെ സഹപ്രവർത്തകർ ചോദിച്ചു, ഞാൻ സാധാരണ കാറിൽ പോലാണല്ലോ. എന്തായാലും ഞാൻ ഇത് പരാമർശിച്ചതൊരു പേഴ്സണൽ വിഷയം എന്നുള്ള നിലക്കല്ല, നമുക്കതിൽ ചില പാഠങ്ങളുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് അത് ചോദിച്ചപ്പോൾ കുറച്ച് ഡീറ്റെയിലായി പറയാൻ ശ്രമിച്ചത്. എന്തായാലും ഒരുപാട് ആളുകൾ പ്രാർത്ഥിച്ചു. ബറക്കല്ലാഹു ഫീക്കും ജമിയാൻ. നിങ്ങൾ എനിക്ക് പ്രാർത്ഥിച്ചതിന് നിങ്ങൾക്ക് അതുകൊണ്ടൊരു കാര്യമുണ്ട്, നിങ്ങളെ പഠിച്ചവനെ എനിക്ക് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കോളൂ, അങ്ങനെയാണല്ലോ. അതെ, ആമീൻ വലക്കബി മിസിൽ നിന്ന് മലക്കൾ പറഞ്ഞിട്ടുണ്ട്. അസാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ചാൽ, അറിയാതെ പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന ഗുണം അതാണ്. ബറക്കല്ലാഹു ഫീക്കും ജമിയാൻ.